3 വർഷത്തെ പ്രണയത്തിന് ശേഷം കല്യാണം കഴിക്കാനായി ഒരുങ്ങുകയാണ് സ്റ്റെഫി. കല്യാണ ദിവസം കാമുകൻ തന്നെ ഇട്ടിട്ട് പോയെന്നറിയുന്ന സ്റ്റെഫി ആകട്ടെ അവനെ തിരക്കി പോകുന്നുണ്ട്. കല്യാണ വേഷത്തിൽ തന്നെയാണ് അവൾ പോകുന്നത്. പോകുന്ന വഴി സിദ്ധാർത്ഥ എന്ന ആളുമായി അവൾ പരിചയത്തിലാകുന്നു. അവൾക്ക് സ്ഥലങ്ങളൊന്നും പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ കാണിക്കുന്ന അഡ്രസ്സിലേക്ക് ഒന്ന് കൊണ്ടാക്കാമോ എന്ന് സ്റ്റെഫി ചോദിക്കുന്നുണ്ട്. സിദ്ധാർത്ഥം ഓക്കെ പറയുന്നു. പോകുന്ന വഴിയിൽ രണ്ടുപേരും കുറെ സംസാരിക്കുന്നുണ്ട്. സ്റ്റെഫി കാണിച്ച അഡ്രസ്സിൽ സിദ്ധാർത്ഥ് അവളെ കൊണ്ടുപോകുന്നു. അവളുടെ ബോയ്ഫ്രണ്ട് താമസിച്ചിരുന്ന ഫ്ലാറ്റ് ആയിരുന്നു അത്. 1.5 വർഷം മുന്നേ അയാൾ ഫ്ലാറ്റ് മാറിപ്പോയെന്ന് സെക്യൂരിറ്റി പറയുന്നതോടെ സ്റ്റെഫി കരഞ്ഞോണ്ട് അവിടുന്ന് പോകുന്നു. ഇത് കണ്ട് സിദ്ധാർത്ഥ പുറകെ ചെല്ലുന്നുണ്ട്. പിന്നീട് ഡ്രസ്സ് മൊത്തം അഴുക്കായതിനാൽ അത് മാറണമെന്ന് അവൾ പറയുന്നു. തന്റെ ഗേൾഫ്രണ്ടിന്റെ ഫ്ലാറ്റിലേക്ക് പോകാം, അവിടെ ചെന്നാൽ എന്തെങ്കിലും ഡ്രസ്സ് കുട്ടിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഫ്ലാറ്റിൽ വരുമ്പോൾ ആകട്ടെ ഗേൾഫ്രണ്ട് മറ്റൊരാളുടെ കൂടെ കിടക്കുന്നതാണ് സിദ്ധാർത്ഥ് കാണുന്നത്. ഇമോഷണലായ സിദ്ധാർത്ഥിനെ സ്റ്റെഫി ആശ്വസിപ്പിക്കുന്നുണ്ട്. കുറച്ചൊക്കെ കരഞ്ഞു കഴിയുമ്പോൾ സിദ്ധാർത്ഥം ഓക്കെ ആവുന്നു. കൂട്ടുകാരനെ വിളിച്ച ഷോപ്പൊക്കെ തുറന്ന് അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത ശേഷം ഇനി അവളുടെ കാമുകനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് പോലീസിന്റെ ഹെൽപ്പൊക്കെ വഴി അവനെ കണ്ടുപിടിക്കുന്നു. അവനോട് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. അവനൊരു അടി കൊടുക്കാണ്ട് താൻ ഇവിടുന്ന് പോകില്ലെന്ന് പറയുന്നതോടെ സിദ്ധാർത്ഥ് സ്റ്റെഫിയെയും കൂട്ടി അവനുള്ള സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് പാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ തല നോക്കി സ്റ്റെഫി ഒരെണ്ണം കൊടുക്കുന്നു. ഉടനെ അവന്റെ ബോയ്ഫ്രണ്ട് വരുന്നു. അവൻ ഗേ ആയിരുന്നു. ഇനിയെങ്കിലും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കും എന്നൊക്കെ അവർ പറയുന്നത് കേട്ട് സ്റ്റെഫി ഞെട്ടിപ്പോയി. 3 വർഷം റിലേഷൻഷിപ്പ് ആയിരുന്നിട്ടും അവൾക്ക് അവൻ ഗേ ആണെന്ന് മനസ്സിലായില്ല. എന്ത് മണ്ടിയാണ് താനെന്നോർത്ത് അവൾ അവിടുന്ന് പോകുന്നു.